നമുക്കറിയാമല്ലേ ലൈറ്റ്റൂം, സ്നാപ്സീഡ്, പിക്സാർട്ട് പോലെയുള്ള എഡിറ്റിംഗ് ആപ്സാണ് ഏറ്റവും അടിപൊളി. ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഏത് പൊട്ടനും സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് പഠിക്കാനുള്ളൊരു സംഭവമാണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആർക്കും എഡിറ്റിങ്ങേ അറിയില്ല, ഫോട്ടോഗ്രാഫിയേ അറിയില്ല എന്നുള്ളവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്സാണ് ഇത്. പക്ഷേ ലൈറ്റ്റൂം, സ്നാപ്സീഡ്, പിക്സാർട്ട് പോലുള്ള എഡിറ്റിംഗ് ആപ്പ് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ആപ്പ് സ്റ്റോറിലാണെങ്കിലും പ്ലേ സ്റ്റോറിലാണെങ്കിലും ഇത് മുകളിൽ നിൽക്കും. അതായത് ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ഇതാണ്. ഇതിൻ്റെ അടിയിൽ മുങ്ങിപ്പോയ അടിപൊളി കിടിലൻ എഡിറ്റിംഗ് ആപ്സ് ഉണ്ട്. അതായത് ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റാത്ത, ആരും കുറേ യൂസ് ചെയ്യാത്ത, കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന കിടിലൻ എഡിറ്റിംഗ് ആപ്സ്. അങ്ങനത്തെ ഒരു 5 എഡിറ്റിംഗ് ആപ്സാണ് നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ, ഈ വീഡിയോ ആദ്യമായിട്ടല്ലേ കാണുന്നത്, എല്ലാവരും ആദ്യമായിട്ടുള്ളത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഡു സബ്സ്ക്രൈബ്. ഇതൊക്കെ എല്ലാവരും പെരിയിലുണ്ട്, അതുപോലെ എല്ലാവരും പെരിയുണ്ട്. ഡു സബ്സ്ക്രൈബ് ദിസ് ടു ദിസ് ചാനൽ. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ഇൻട്രോ കിട്ടിയിട്ട് വരാം. എന്നിട്ട് ഇൻട്രോ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് വീഡിയോ നോക്കാൻ പോകുന്നത് 5 എഡിറ്റിംഗ് ആപ്സാണ്. ആ 5 എഡിറ്റിംഗ് ആപ്സ്, എനിക്ക് കണ്ണാടി ഒരുമാതിരി കുഴപ്പമില്ല. 5 എഡിറ്റിംഗ് ആപ്സാണ്. 5 എഡിറ്റിംഗ് ആപ്സിൽ കുറേ ആപ്പുണ്ട്. ഓരോന്നിനും ഓരോ ടൈപ്പ് എഡിറ്റിംഗ് ആട്ടോ. എല്ലാം പോലെ കോൺട്രാസ്റ്റ് കൂട്ടുക, ഹൈലൈറ്റ്സ് കൂട്ടുക, എക്സ്പോഷർ, അങ്ങനത്തെ സെറ്റപ്പേ അല്ല. 5 തരത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്സാണ്. ഓക്കെ, അപ്പം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് നമ്പർ 1, ഷേപ്പിക്കൽ എക്സ്. അതും കൂടി ഉണ്ട്. ഷേപ്പിക്കൽ എക്സ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അപ്പം ഇത് പേര് പോലെ തന്നെ ഈ ആപ്പും ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ്. അതായത് നമ്മുടെ ഫോട്ടോനകത്ത് ഓരോ ഷേപ്പ് കയറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഷേപ്പിൻ്റെ ഓവർലേ. അപ്പം ആപ്പ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ പറയുന്ന ആപ്സ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം വൺ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറാണെങ്കിലും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഷേപ്പിക്കൽ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് നമുക്ക് ടിക്ടോക്ക് പോലെയാണത് വരിക. പണ്ടത്തെ ടിക്ടോക്കില്ല, പണ്ടല്ല, എപ്പോഴും എല്ലാവർക്കും ടിക്ടോക്ക് മാസിടാ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം അതുപോലെ വരിക. അപ്പം ഇതിനകത്ത് എന്താ ടിക്ടോക്ക് പോലെ വരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് വെച്ച് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇതിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിങ്ങനെ ഫീഡിൽ വരും. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്ലസ് ടച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് സാധനങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് സാധനങ്ങളല്ല, നമ്മുടെ ഇമേജ്, ഇഷ്ടമുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഇമേജ് എടുത്ത ശേഷം മുകളിലുള്ള ഈ ഐക്കണിലൊക്കെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടച്ച് എന്ന് വെച്ചാൽ ഈ ഇൻ്റർഫേസാണ് ഏറ്റവും അടിപൊളി ഈ ആപ്പിൽ. നമുക്ക് ഈ ഷേപ്പിൻ്റെ ഈ ഒരു അലൈൻമെൻറ്റ് സാധനം കിടക്കണമുണ്ടോ, അവിടെ ചിന്നിച്ചത്ര കിടക്കുന്ന പോലെ എന്ത് ഭംഗിയല്ലേ. സോ ഇതിൽ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ടച്ച് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആ സാധനം നേരെ നമ്മുടെ ഇതിനകത്ത് ഫോട്ടോൻ്റെ പുറത്തേക്ക് വരും. ആ ഒരു ഷേപ്പിന് നമുക്ക് എന്തും ചെയ്യാം. കട്ടി കുറയ്ക്കുക, കട്ടി കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറ്റുക, ഗ്രേഡിയൻ്റ് ആക്കുക, ഗ്ലോ, എല്ലാ തേങ്ങ പണ്ടാര എല്ലാം ചെയ്യാൻ പറ്റും അതിനകത്ത്. ഇങ്ങനെയാണ് ഈ ആപ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ അടിപൊളി കുറേ കിട്ടുന്ന ഷേപ്പ് നമ്മൾ കണ്ടില്ലേ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഷേപ്പിക്കൽ ആപ്പ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള 2-3 ഫോട്ടോ കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളി ആപ്പാണ്. നമ്പർ 2 ആപ്പ് ഈസ് കോൾഡ് ആസ് ലെൻസ് ഡിസ്റ്റോർഷൻ LR, LD. നമ്മൾ ലൈറ്റ്റൂമിനെ എല്ലാവരും പറയും, ഇതൊരു LD എന്ന് പറയും. അത് കോപ്പി അടിച്ചതാണോ, ഇത് കോപ്പി അടിച്ചതാണോ, മൈൻഡ്. നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് കിഡിലനാണ്. എനിക്ക് പ്രോബബിലി വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പാണ് LD, ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പോൾ ആ സാധനത്തിനകത്ത് നമുക്ക് ലൈറ്റ്, അതായത് ഇപ്പോൾ ഒരു കാറാണ് അല്ലെങ്കിൽ ബൈക്കാണ് അല്ലെങ്കിൽ എന്താണെങ്കിലും ലൈറ്റ് ഇല്ലെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ലൈറ്റ് വെച്ച് കൊടുക്കാം. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് വെച്ച് കൊടുക്കുന്നൊരു വീഡിയോ. ആ വീഡിയോനകത്തും അതെവിടെയോ കാണാൻ പറ്റും, എവിടെയും കണ്ടാൽ മതി. ഓക്കെ, ആ വീഡിയോനകത്ത് ഞാൻ ലൈറ്റ് വെച്ച് കൊടുത്തത് ഈ ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആപ്പിനകത്ത് കുറേ ലൈറ്റ് വെക്കാൻ പറ്റും, കുറേ ഓവർലേ വെക്കാൻ പറ്റും, ഫോഗ്, പിന്നെ സൂര്യൻ, അങ്ങനെ പല സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഒരു ഫോട്ടോനകത്ത്. സോ ഈ ആപ്പ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻ്റർഫേസ് സിമ്പിളാണ്, ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആപ്പ് കുറേ പേർക്ക് അറിയാത്തത്, എന്തുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഒരു ഹിഡൻ ആപ്പ് പോലെ പ്ലേ സ്റ്റോറിൽ എല്ലാവരും കിടക്കുന്നത്? എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സൊക്കെ എത്ര പാടുപെട്ടിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എത്ര സിംപ്ലിഫൈഡ് ആയിട്ട് ഇത്രയും ഓപ്ഷൻസ് കൊടുത്തിട്ട് നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ ഫിൽറ്റേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പ്രീസെറ്റൊക്കെ ജസ്റ്റ് നോക്കുക, എന്ത് സിമ്പിളാണ്, എന്ത് പവർഫുള്ളാണ്. എന്ത് ഭംഗിയാണ് ഇതിൻ്റെ പ്രീസെറ്റൊക്കെ കാണാനായിട്ട് അല്ലേ. സോ ഇങ്ങനത്തെ ആപ്പൊക്കെ ഇപ്പോഴും
ഹിഡൻ ആണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിനകത്തുള്ള ഓവർലേയിൽ നമുക്ക് നമ്മുടെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ, അതായത് നമ്മുടെ കാറുടെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ലൈറ്റ് വെക്കണമെങ്കിൽ സിമ്പിളായിട്ട് ലൈറ്റ് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, സിമ്പിളാണ്. സോ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫോഗ് ആഡ് ചെയ്യുക. മഞ്ഞ്, മഴ, തേങ്ങ, മാങ്ങ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നല്ല വൃത്തിയിലുള്ള എഡിറ്റിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ അല്ലേ? ആണേ, നിങ്ങൾ എഡിറ്റ് ചെയ്ത് നോക്കിയേ. നമ്പർ 3 ഈസ് വിമേജ്. ഒരു മിനിറ്റ്, വിമേജ് എന്നാണ് ഈ എഡിറ്റിംഗ് ആപ്പിനെ പറയണത്. ഇതൊന്നുമല്ല, നമ്മുടെ മുമ്പ് ഇതിൻ്റെ പ്രോക്രിയേറ്റ് അല്ല എന്തോ സാധനം, പ്രോക്രിയേറ്റ് ഐപാഡിലുള്ള ഡ്രോയിങ് ആണല്ലോ അല്ലേ. ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു മുമ്പ്, ഞാൻ പേര് ഓർക്കില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഒരു നോർമൽ ഫോട്ടോനെ കുറേ ഇങ്ങനെ വെള്ളം പോലെയൊക്കെ ആക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി മൂവ് ചെയ്യുന്നൊരു ഫോട്ടോ ആക്കാൻ പറ്റും, സിനിമാറ്റിക് എന്താ പറയുക, സിനിമാഗ്രാഫ് ആക്കാൻ പറ്റും. ആ സാധനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പ് മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിക്കോ, കമൻറ്റ് ചെയ്യുമ്പോൾ കുറേ ലൈക്ക് കിട്ടും. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. ആ സെയിം സാധനമാണ് ഇതും. പക്ഷേ ഇതിനകത്ത് കുറേ വേറെ ഓപ്ഷൻസ് ഉണ്ട്. എന്താണ്, സ്കൈയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ഫോട്ടോക്കൊക്കെ ഒരു 3D എഫക്റ്റ് കൊടുക്കാനും പറ്റും. ഫോട്ടോക്ക് ഇങ്ങനെ മൂവ് ആവും. നമ്മൾ ഒരു വീഡിയോ ആക്കുക, ഒരു ഫോട്ടോനെ ഒരു നോർമലി ഒരു ചെറുതായിട്ട് മൂവ് ചെയ്യുന്ന, കുറേ സ്കൈയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന, ക്ലൗഡൊക്കെ അങ്ങനെ കളിക്കുന്ന ഒരു വീഡിയോ ആക്കി മാറ്റുക. അതാണ് ഈ ആപ്പ് കൊണ്ട് യൂസ് ചെയ്യുന്നത് അല്ലേ, ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. മലയാളമൊക്കെ മറക്കണം, ഞങ്ങൾക്കൊരു ഇംഗ്ലീഷാണല്ലോ, ട്രോളല്ലേട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഈ ആപ്പ് യൂസ് ചെയ്യുക. സിമ്പിളായിട്ട് പറയണതിൽ നമ്മുടെ സിനിമാഗ്രാഫ് ഉണ്ടാക്കുക, പക്ഷേ നമ്മളും അതിനൊപ്പം മൂവ് ചെയ്യാൻ പറ്റും. നമ്മളല്ല അപ്ലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് എങ്ങനെ മൂവ് ചെയ്താൽ പോരെ, എന്തൊക്കെയാണ് പറയണം. എന്നിട്ട് സ്കൈയൊക്കെ റീപ്ലേസ് ചെയ്ത് കിടിലം ഫോട്ടോ ആക്കാൻ പറ്റും. അതാണ് വിമേജ് എന്നുള്ളൊരു ആപ്പ് യൂസ് ചെയ്യുന്നത്. നമ്പർ 4 ഈസ് കോൾഡ് പ്രിവ്യൂ. ഇല്ലാന്ന് വെച്ചാൽ പ്ലാൻ യുവർ ഇൻസ്റ്റാഗ്രാം. പ്ലാൻ യുവർ ഇൻസ്റ്റാഗ്രാം എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റോർഷൻ എന്നുള്ളൊരു ആപ്പ്, ഇതും ഏറെക്കുറെ നല്ല ആപ്പ് കേട്ടോ. ഇതെന്ന് പറയണത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിനകത്തൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചോ, ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രിഡ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം ഗ്രിഡ് ഉണ്ടല്ലോ, ആ ഗ്രിഡിനകത്ത് ഈ ഫോട്ടോ വന്നെന്ന് വെച്ചാൽ നന്നായിരിക്കുമോ. ഇൻ കേസ് നമുക്ക് എപ്പോഴും തോന്നുന്നതാണ്, നമ്മൾക്ക് ഇങ്ങനെ ഗ്രിഡ് കാണും, ഇതിനകത്ത് ഈ ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ വന്നെന്ന് വെച്ചാൽ ഈ ഗ്രിഡ് മൊത്തം കൊളാക്കും. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ ഇങ്ങനെ അടുക്കി പെറുക്കി വരുന്നതായിരിക്കും അല്ലേ. അപ്പം അത് ചെക്ക് ചെയ്യാനുള്ളൊരു ആപ്പാണിത്. അപ്പം ഇങ്ങനെ ഗ്രിഡ് ഉണ്ടാവും. ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് വെച്ച് ഇങ്ങനെ ഗ്രിഡ് കാണിക്കും. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോയിൽ ഇട്ട് കൊടുത്താൽ അത് ആ ഗ്രിഡിൽ വന്ന് കിടക്കും, പ്രിവ്യൂ ആയിട്ട് കേട്ടോ. അതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആവില്ല, നമുക്ക് കാണിച്ചു തരാം ഇങ്ങനെ ആയിരിക്കും ആ സാധനം വരും, സാധനം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരും എന്ന് പറയണ സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് പോസ്റ്റ് ചെയ്താൽ ഇങ്ങനെയാവും. അപ്പോൾ നമ്മൾ വിചാരിക്കാം പോസ്റ്റ് ചെയ്യണോ, പോസ്റ്റ് ചെയ്യണ്ടേ, ഡിലീറ്റ് ചെയ്യില്ല, എന്തായാലും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തതല്ലേ. അപ്പോൾ അതിപ്പോൾ ചെയ്യണോ പിന്നീട് ചെയ്യണോ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. സോ അതാണ് ഈ ആപ്പിൻ്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും ഇത് മാത്രം യൂസ് എന്ന് അല്ല, ഇത് ഇൻസ്റ്റാഗ്രാമിനകത്ത് നമുക്ക് ഫോട്ടോ പിന്നീട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇപ്പോൾ കയ്യിൽ ഫോട്ടോ ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ പോസ്റ്റ് ചെയ്ത് എനിക്ക് വലിയ റീച്ചൊന്നും കിട്ടില്ല. ഞാൻ വൈകിട്ടാണ് പോസ്റ്റ് ചെയ്യുക, വൈകിട്ടാണ് കൂടുതൽ പേര് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടാവുക, അപ്പോഴാണ് എനിക്ക് കുറേ റീച്ച് കിട്ടുക എന്ന് നമുക്ക് മൈൻഡിലെപ്പോഴും അല്ലേ. അപ്പോൾ നമുക്ക് വൈകിട്ട് എനിക്ക് മറന്നാലോ, അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല, ഞാൻ വേറെ വല്ല പരിപാടിയിലായിരിക്കും എന്ന് നമുക്കൊരു ചിന്തയുണ്ടാകും. അന്നേരം നമുക്കിപ്പം തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. പക്ഷേ അത് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റണത് വൈകിട്ടാണ്. കാരണം ആ ആപ്പിനകത്ത് നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് സ്കെഡ്യൂൾ ടൈമിൽ നമുക്ക് വൈകിട്ടുള്ള 5-6 മണി കൊടുക്കുക, സ്കെഡ്യൂൾ ചെയ്യുക, ബും, തനിയെ 6 മണിയാകുമ്പോൾ തനിയെ ആപ്പിനകത്ത് കൂടെ ആ സാധനം തനിയെ പോസ്റ്റ് ആയിക്കോളും. സോ ഇന്നത്തെ കാര്യം മാത്രമല്ല കേട്ടോ, അത് എത്ര ദിവസത്തേക്കാണ്, നാളേക്ക് മറ്റന്നാൾക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട്, ആഴ്ച കഴിഞ്ഞിട്ട്, മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഓഗസ്റ്റ് 27-ാം തീയതി പാറേപ്പള്ളി ധ്യാനത്തിന് മുമ്പും നമുക്ക് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയിന്ന് വെച്ചാൽ ഓഗസ്റ്റ് 27-ാം തീയതിക്ക് കറക്റ്റ് അത് പോസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഇൻസ്റ്റാഗ്രാമിൽ സാധനം വന്നിട്ടുണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ, സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് പറയണേൽ. നമ്പർ 5 ഈസ് ലെൻസ. ലെൻസ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് ഞാനിപ്പോൾ പറഞ്ഞ ആപ്സിൻ്റെ എല്ലാത്തിനെയും വെച്ച് നോക്കുമ്പം ഇത് കുറച്ചൊരു കണ്ണാപ്പി ആപ്പാണ്. ആപ്പാണ് സംഭവം. അപ്പോൾ സംഭവം ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആപ്പ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറയണത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ബൊക്കെ ആഡ് ചെയ്യാം. സംഭവം ക്ലീൻ ആണ് കേട്ടോ, അത് ഞാൻ പറയാം. അത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുമ്പോൾ നമുക്ക് ബ്ലറും കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ജനറലായിട്ട് എഡിറ്റ് ചെയ്യാൻ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതൊക്കെ ക്ലീനാണ്.
പിന്നെ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതിൽ കുറേ ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ B612ലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഫിൽറ്റർ പോലത്തെ കുറേ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം കുറച്ച് കണ്ണാപ്പിയാണ്, കുറച്ച് മോശമല്ല, കുറച്ച് ബോറാണ്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഫിൽറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ 5 ആപ്പ് നമ്മൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുക, കമൻറ്റ് ഡൗൺ. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ആപ്പ് ഞാൻ എൻ്റെ പേഴ്സണൽ പറയുന്നത് ലെൻസ് ഡിസ്റ്റോർഷനും മറ്റേ പ്രിവ്യൂ പ്ലാൻ യുവർ ഇൻസ്റ്റാഗ്രാം, ആ സാധനമാണ് എനിക്ക് 2 ഇഷ്ടപ്പെട്ട ആപ്പ് എന്ന് പറയുന്നത്. ആൻഡ് അപ്പം നിങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആപ്പ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആ വീഡിയോ, അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് വീഡിയോ നമുക്ക് ഉണ്ടാക്കാം. അതായത് ലെൻസ് ഡിസ്റ്റോർഷൻ LDക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ ആ സാധനം നമുക്ക് അതിന് എങ്ങനെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫുള്ള് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ആ വീഡിയോ ക്ലീൻ ആയിട്ടുള്ളൊരു വീഡിയോ, LDക്ക് വേണ്ടി തനിച്ചൊരു വീഡിയോ, മനസ്സിലായില്ലേ? അതുപോലെ മറ്റേ പ്രിവ്യൂക്ക് വേണ്ടി തനിച്ചൊരു വീഡിയോ. അപ്പോൾ നമുക്ക് കുറേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ഡൗൺ. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള വേറെ അടിപൊളി വീഡിയോസ് കാണാൻ സൈഡ് ഇപ്പോൾ തന്നെ വരും, ടച്ച് ചെയ്യുക, കാണുക. ഓക്കെ, അപ്പം ബൈ ഫ്രം ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുക, എന്നെ വീണ്ടും കാണാൻ പറ്റും, അപ്പോഴും കാണാൻ പറ്റും, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ശരി, എന്നാൽ പോയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ, ലോട്ട്സ് ഓഫ് ലവ്.